ഹായ് ഹലോ വെൽക്കം ടു ഗ്ലോ വിറ്റ്നസ്. ഞാൻ നസീവ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്കിൻ കെയർ റൂട്ടീനാണ് ഷെയർ ചെയ്യുന്നത്. ഇതിൽ കുറച്ച് പ്രൊഡക്ട്സ് എനിക്ക് വർക്ക് ആയതുകൊണ്ട് ചിലത് വർക്ക് ആവാത്തതും. ആൻഡ് ദിസ് ഇസ് മൈ ഹോണസ്റ്റ് റിവ്യൂ ഓഫ് മൈ സ്കിൻ കെയർ റൂട്ടീൻ. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല, വീഡിയോയിലേക്ക് എടുക്കാം. ഒരു കാര്യം കൂടി, ഞാൻ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ റിക്കമെൻഡേഷനിൽ വാങ്ങിച്ച കുറച്ച് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഞാൻ പ്രൊഡക്ട്സ് കാണിച്ചു. ഇതൊക്കെയാണ് പ്രൊഡക്ട്സ്. കാണുന്നുണ്ടോ? ഇത്രയൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട്. ചിലത് ഇതിലുണ്ട്, ചിലത് ഞാൻ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലൊരു റിവ്യൂ ഞാൻ പറയാം. എനിക്ക് വർക്കായതും ആവാത്തതും എൻ്റെ പൈസ പോയ കഥയും എല്ലാ റിവ്യൂ ഞാൻ ഇതിൽ പറഞ്ഞു തരാം. കുറച്ചൊക്കെ ഉണ്ടൊക്കെ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നതും പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മളെ സ്കിൻ ടൈപ്പ് ഏതാണെന്നാണ്. അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് ഓയിലി സ്കിന്നാണ്. ചില സമയത്ത് അത് നോർമൽ ആവാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ തുടക്കം പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫേസ് വാഷാണ്. അപ്പം ഞാൻ കുറേ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലത് വർക്കായിട്ടുണ്ട്, വർക്കാവാത്തതുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ആക്കുന്ന ഫേസ് വാഷ് കാണിച്ചു തരാം. ഞാൻ 1 year ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. ഇതാ ഫോക്സ്ടെയിലിൻ്റെ റീഫ്രഷിങ് ഫേസ് വാഷ്. ഇതാണ് സാധനം. ഈ ഫേസ് വാഷാണ് ഞാൻ 1 year ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് നല്ല അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആണ്. ആൻഡ് ഇതിൽ നിയാസിനമൈഡ് അടങ്ങിയിട്ടുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിനെ പറ്റിയിട്ട് അങ്ങനെ ആരും പറഞ്ഞിട്ട് കേട്ടിട്ടില്ല, പക്ഷെ എനിക്ക് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ആൻഡ് ഇത് പോർസ് മിനിമൈസ് ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ആക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു 3-4 ബോട്ടിൽ എന്തോ ഞാനിത് യൂസ് ചെയ്തിട്ടായിട്ടുണ്ട് ഈ 1 year. ആൻഡ് ഇത് നല്ല രീതിയിൽ ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിളാണ്. ആൻഡ് വൈറ്റമിൻ ഇയും പിന്നെ ഇതിൽ നിയാസിനമൈഡും അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിന് മുമ്പ് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ആയിട്ട് ഒന്ന് പർച്ചേസ് ചെയ്തൊരു ഫേസ് വാഷ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ സിമ്പിളിൻ്റെ റീഫ്രഷിങ് ഫേസ് വാഷ്. ഞാൻ യൂട്യൂബിൽ കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയാണെന്നെല്ലാം കേട്ട്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസിൻ്റെ എല്ലാം റെക്കമെൻഡേഷനിൽ ഞാൻ വാങ്ങിച്ചൊരു ഫേസ് വാഷാണ് ഈ സിമ്പിളിൻ്റെ ഈ ഒരു ഫേസ് വാഷ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഞാനിങ്ങനെ ഒന്ന് ഇത് പർച്ചേസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചൊരു ഫേസ് വാഷാണ് ഈ ഫോക്സ്ടെയിലിൻ്റെ. പക്ഷെ നല്ല അടിപൊളിയാണ് ഈ ഫേസ് വാഷ്. ഇത് ഞാൻ ഒന്ന് യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒന്ന് പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റാണ്. ആൻഡ് ഇതിൽ ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിളാണ്. ഇത് ഒന്നും കൂടി ഡ്രൈ സ്കിന്നാർക്കാണ് ഒന്നും കൂടി ബെറ്റർ. കാരണം ഇത് നല്ല ഫേസിനെ ഹൈഡ്രേറ്റ് ആക്കുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നാർക്ക് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. ആൻഡ് ഇതിലും പാരബൻ ഫ്രീ ആണ്. പിന്നെ ഹാർഷ് കെമിക്കൽസ് ഒന്നും ഇല്ല. എനിക്കിത് പേഴ്സണലി യൂസ് ആയിട്ട് എനിക്കിതിൻ്റെ സ്മെല്ല് എനിക്ക് എന്തോ ഒരു സ്മെല്ലാണ്. ഏതോ ഒരു ലീഫിൻ്റെ എന്തോ ഒരു സ്മെല്ലാണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല സ്മെല്ല്. എനിക്ക് ഇതിനേക്കാളും ഇതാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്. പക്ഷേ വേറൊരു പ്രോബ്ലം ഇല്ല. സ്കിന്നിന് ഓയിലി ഒന്നും ആക്കുന്നില്ല. സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കുന്നുണ്ട്. നല്ലൊരു റീഫ്രഷ് ആകുന്നുണ്ട്. ഫേസ് നല്ല രീതിയിൽ നമുക്കൊന്ന് കഴുകിയപ്പോൾ നല്ല ഒരു റീഫ്രഷിങ് കിട്ടുന്നുണ്ട്. ഒരു ഫേസ് ഡ്രൈയും ആക്കുന്നില്ല. നല്ല ഹൈഡ്രേറ്റിംഗ് ഫേസ് വാഷാണ്. ഇത് ആമസോണിൽ നൈക്കാലൊക്കെ അവൈലബിൾ ആണ്. എനിക്കിത് 200 rupees 150 ml കിട്ടിയത്. ആൻഡ് ഇതെനിക്ക് ബൈ 1 get 1 ഞാൻ വാങ്ങിച്ചതാണ്. 200 rupees ബൈ 1 get 1 എനിക്കിത് 2 കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന 2 ഫേസ് വാഷ്. ഇത് നൈറ്റ് ഞാൻ ഇതാണ് യൂസ് ആക്കുന്നുള്ളത്. മോർണിംഗ് പിന്നെ ഈ ഒരു ഫേസ് വാഷാണ് യൂസ് ആക്കുന്നുള്ളത്. ഇത് കൂടാതെ ഞാൻ ഒരു 2-3 വർഷം മുമ്പ് ഗുഡ് വൈബ്സിൻ്റെ ഒരു ഫേസ് വാഷും യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് എൻ്റെ പൈസ പോയി എന്നല്ലാത്ത വേറെ ഒരു ഗുണവും ഇല്ല. ആ ഒരു ടൈമിൽ ഗുഡ് വൈബ്സിന് ഭയങ്കര ഹൈപ്പായിരുന്നു. അതിൻ്റെ ഓരോ പ്രൊഡക്റ്റും മോയ്സ്ചറൈസർ ആയിട്ടെ അല്ലെങ്കിൽ ഫേസ് വാഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ ഒരു ടോണറെല്ലാം ഭയങ്കര ഹൈപ്പിലുണ്ടായ ടൈമിൽ ഞാൻ ഒന്ന് വാങ്ങിച്ചൊരു ഫേസ് വാഷായിരുന്നു ഗുഡ് വൈബ്സിൻ്റെ. ടോണറും ഞാൻ വാങ്ങിച്ചിരുന്നു. അപ്പോൾ എനിക്കത് വലിയ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു ഗുണവും ഇല്ല, വെറുതെ ഒരു പൈസ പോയി. പിന്നെ അതുകൂടാതെ ഞാൻ പ്ലമ്മിൻ്റെ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചിരുന്നു. പ്ലമ്മിൻ്റെ ഒരു ഫ്രീ ബി ആയിട്ട് വാങ്ങിച്ചതല്ല, എനിക്കൊരു ഫ്രീ ബി ആയിട്ട് കിട്ടിയൊരു ഫേസ് വാഷ് കഴിഞ്ഞു. അതും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കറൻ്റ് എനിക്ക് ഈ 2 ഫേസ് വാഷാണ് എനിക്ക് നല്ല രീതിയിൽ ഓടുന്നുള്ളത്. ഒന്നും കൂടി എനിക്ക് ഇതാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ എനിക്കിത് 1 year ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം എനിക്കിത് ബെറ്റർ ആയിട്ട് തോന്നിയത്. പക്ഷേ ഇത് എല്ലാ രീതിയിലും നമുക്ക് ഫേസിന് നല്ല രീതിയിൽ റിസൾട്ട് എല്ലാം കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 1 month ആയി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിൽ ഇച്ചിരി 1 year ആയതുകൊണ്ടായിരിക്കും എനിക്കിത് ഒന്നും കൂടി നല്ലതായിട്ട് തോന്നുന്നുള്ളത്.
ആൻഡ് നമുക്ക് നമ്മൾ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ടോണറാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 7-8 മന്തായിട്ട് യൂസ് ആക്കുന്നുള്ളത് ഇത് പ്ലമ്മിൻ്റെ ഈ ഒരു റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ടോണർ. ഇതാ ഈ ഒരു സംഭവം. എനിക്കൊരു ചെറിയ പോർസ് എല്ലാം ഉണ്ട്, ചെറിയ കുഞ്ഞു പോർസ്. അപ്പോൾ അതെല്ലാം എനിക്കൊന്ന് കുറച്ചു ഈ ആ ഒരു ഫേസ് വാഷ് ഈ ടോണറിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് റിസൾട്ട് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും പോർസ് ടൈറ്റനിങ് ആക്കാനും സ്കിന്നൊന്ന് ഫേസ് ഒന്ന് ബ്രൈറ്റനിങ് ചെയ്യാനും ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ആക്കുന്നത്. കാരണം റൈസ് വാട്ടർ ആണല്ലോ. ഇതിന് തന്നെ സിറം എല്ലാം ഉണ്ട്. ആൻഡ് ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. 150 ml എന്നുണ്ട്, നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് കൂടാതെ ഞാൻ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഗുഡ് വൈബ്സിൻ്റെ ടോണർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഗുഡ് വൈബ്സിൻ്റെ ടോണർ അതും വെറുതെയാണ്. ആ ടോണറും ഫെയിൽ. അതും ഞാൻ അന്ന് ഹൈപ്പിൽ വാങ്ങിച്ചൊരു ടോണറായിരുന്നു. വെറുതെ അത് കുറച്ച് ഉപയോഗിച്ചു, പിന്നെ ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല. അതിന് കളിഞ്ഞൊന്നും തോന്നുന്നു, അതും അത്ര പോരാ. ഇത് ഇപ്പം ഞാൻ ഒരു ടോണർ എന്ന് പറഞ്ഞിട്ട് യൂസ് ആക്കുന്നുള്ളത് ഈ ഒരു ടോണറാണ്. ഒരു 7 മന്തായി, ബോട്ടൽ ഇപ്പോൾ തീരാനായി. നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് സിറമിലേക്ക് എടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു 5 മന്തായിട്ടുണ്ടാവും. 5 മന്തായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിറമാണ് ലോറിയൽ പാരീസിൻ്റെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് സിറം. ഇതാണ് സിറം. ഇതെൻ്റെ 4th ബോട്ടിലാണ്. ഒരു അടിപൊളി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ അടിപൊളി പ്രൊഡക്റ്റാണ്. എനിക്ക് നല്ല രീതിയിൽ ഇത് വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത് അടിപൊളി ഞാൻ നിങ്ങളോട് പറയാൻ കാരണം. ഞാൻ ബോട്ടിൽ കാണിച്ചു തരാം. ഇതിൻ്റെ ഇപ്പം എൻ്റെ കയ്യിൽ 3 ബോട്ടിലുണ്ട്. ഒരു ബോട്ടിൽ ഞാൻ കളഞ്ഞെന്ന് തോന്നുന്നു. 3 ബോട്ടിലുണ്ട്. നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ ഡേയും നൈറ്റും ഉപയോഗിക്കുന്നുണ്ട്. രാവിലെയും പിന്നെ രാത്രി ഉറങ്ങുന്ന സമയത്തും ഈ സിറം ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് നല്ല രീതിയിൽ ഇല്ലാതാക്കുന്നുണ്ട്. പിന്നെ ഇത് സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റനിങ്ങും ചെയ്യുന്നുണ്ട്. ഇതിൽ നിയാസിനമൈഡുണ്ട്, ഗ്ലൈക്കോളിക്കും ഉണ്ട്. സ്കിൻ ബ്രൈറ്റ് ചെയ്യാൻ നല്ല ഇത് ഹെൽപ്പ് ആക്കുന്നുണ്ട്. എനിക്കിത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് റീപർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. പിന്നെ ചെറിയ കുഞ്ഞു കുരുവെല്ലാം ഉണ്ടാവുമല്ലോ, അത് ഈ സിറം ഉപയോഗിക്കുമ്പോൾ ആ കുരുവെല്ലാം ഫുള്ള് മൊത്തത്തിൽ പോകുന്നുണ്ട്. ചെറിയ ബ്ലാക്ക്സ് ഡാർക്ക് സ്പോട്ട്സ് എല്ലാം അതും പോകുന്നുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിൽ ഗ്ലൈക്കോളിക് എല്ലാം ഉണ്ട്, നിയാസിനമൈഡും ഉണ്ട്. അതുകൊണ്ട് ആ ഒരു റിസൾട്ട് ഇതിൽ കിട്ടുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് 400 സംതിങ് ഒന്നുണ്ട് 13 ml. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെ ഇതുകൂടാതെ ഞാൻ മുമ്പ് ആദ്യം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സിറം പറഞ്ഞു തരാം. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത സിറം മിനിമലിസ്റ്റിൻ്റെ ഒരു സിറമായിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ഒരു ബിഗിനർ ആയിരുന്ന ഒരു സമയത്ത് നമ്മൾ തുടങ്ങിയൊരു സിറമായിരുന്നു ഇത് മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ സി സിറം. ആ സിറമാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ അത് ഞാൻ അപ്ലൈ ഇട്ട സമയത്ത് എനിക്ക് ഫേസ് ഭയങ്കര ബേണിംഗ് ആയിരുന്നു. ഒരു പൊഗ്ച്ചലുണ്ടായി എൻ്റെ ഫേസ് മൊത്തം. അത് ഞാൻ പിന്നെ ആ ബോട്ടിൽ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. കുറച്ച് ഉപയോഗിച്ചു, 2-3 ദിവസം ഉപയോഗിച്ചു, പിന്നെ ഞാൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഫേസിന് ഒരു പൊഗ്ച്ചൽ പോലെ ഉണ്ടായി, എനിക്കതൊരു ഇറിറ്റേറ്റ് പോലെ ആകുന്നുണ്ടായി. അത് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് സിറം വാങ്ങിച്ചിരുന്നു. അത് എന്ന് പറഞ്ഞെങ്കിൽ നല്ലൊരു സിറമാണ്. അത് ഞാൻ 2 ബോട്ടിൽ വാങ്ങിച്ചിരുന്നു. പക്ഷേ എന്താണെന്ന് പറഞ്ഞെങ്കിൽ അത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫേസ് ബ്രൈറ്റ് ആക്കുന്നുണ്ട്. പിന്നെ വേറൊരു നമുക്ക് ഒരു റിസൾട്ടൊന്നും നമുക്ക് അത്ര കിട്ടിയിട്ടൊന്നുമില്ല. വേറൊരു കുഴപ്പമൊന്നുമില്ല, ഫേസിന് വേറെ ഒന്നും കുഴപ്പമില്ല. സ്കിന്നൊന്ന് പെട്ടെന്ന് ബ്രൈറ്റനിങ് ആക്കുന്നുണ്ട്. വേറെ റിസൾട്ട് എനിക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. 2 ബോട്ടിൽ കംപ്ലീറ്റ് ആക്കിയായിരുന്നു, പക്ഷെ അതിൽ നമുക്ക് വലിയ റിസൾട്ട് ഇല്ലായിരുന്നു. പിന്നെ അതൊരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് നിയാസിനമൈഡെന്ന് അല്ലെങ്കിൽ വൈറ്റമിൻ സിന്നോ എന്തെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു സിറമായിരുന്നു. അത് വേറെ ഒരു അങ്ങനെയൊന്നുമില്ല, കുറച്ച് എക്സ്പെൻസീവാണ്, അത്ര വലിയ റിസൾട്ട് ഇല്ല. അത് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ പ്ലമ്മിൻ്റെ തന്നെ ഒരു വൈറ്റമിൻ സി സിറം വാങ്ങിച്ചിരുന്നു. അതെന്ന് പറഞ്ഞെങ്കിൽ ഞാനത് ഫുള്ള് ബോട്ടിൽ തീരുന്നത് വരെ യൂസ് ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് അല്ല, എന്ത് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ബോട്ടിൽ തീരുന്നത് വരെ ഇത് യൂസ് ചെയ്തിരുന്നു. സ്കിന്ന് നല്ല ഗ്ലോ എല്ലാം ചെയ്യുന്നുണ്ട്, സ്കിന്നിന് നല്ല ഗ്ലോയിങ് തരുന്നുണ്ട്. നല്ലൊരു സിറമായിരുന്നു. ബട്ട് അതെനിക്ക് ഫേസിലേക്ക് ഇടുന്ന സമയത്ത് ഫേസ് ഫുള്ള് ഒരു പൊഗ്ച്ചൽ പോലെ എനിക്ക് ഉണ്ടായി. ഒരു നല്ല ബേണിങ് ചെയ്യുന്നുണ്ടായി, എനിക്ക് ഫേസിന് നല്ലൊരു ഇറിറ്റേറ്റ് ആക്കുന്നുണ്ടായി എൻ്റെ ഫേസ്. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് പിന്നെ ഞാൻ ഒരു സിറം വാങ്ങിച്ചില്ല. വാങ്ങിച്ച സിറം കംപ്ലീറ്റ് ആക്കി, ബട്ട് പിന്നെ ഞാൻ റീപർച്ചേസ് ഒന്നും ചെയ്തില്ല. റിസൾട്ട് ഉണ്ടായി, പക്ഷെ എനിക്ക് ഫേസിന് അതത്ര ആവുന്നില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ആ സിറം വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഒരു 1 2 3 4 ഇത് 4ാമത്തെ സിറമാണ്. ഈ സിറം എനിക്ക് നല്ല വർക്ക് ആവുന്നുണ്ട്. ഡാർക്ക് സ്പോട്ട്സ് എല്ലാം പോകുന്നുണ്ട്, ബ്രൈറ്റനിങ്ങും ചെയ്യുന്നുണ്ട്. നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റിൽ കിടക്കാം. നെക്സ്റ്റ് ആണ് മോയ്സ്ചറൈസർ. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ കറൻ്റ്ലി എത്ര മോയ്സ്ചറൈസർ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ 3 മോയ്സ്ചറൈസർ ഉണ്ട്. ഈ 3 മോയ്സ്ചറൈസറാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ആൻഡ് ഇപ്പം ഞാൻ കറൻ്റ്ലി ഇപ്പോൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇതുമാണ്. ഈ ഒരു എക്കോളജിക്കലുടെ ഇത് പോൺസിൻ്റെ ഹൈലറോണിക് സൂപ്പർ ജെൽ മോയ്സ്ചറൈസർ. ആൻഡ് ഇത് എക്കോളജിക്കലുടെ ഒരു ഇലിമിനേറ്റിംഗ് ഹൈഡ്രേറ്റ് ജെൽ മോയ്സ്ചറൈസർ.
ആൻഡ് ഇത് പ്ലമ്മിൻ്റെ ഞാൻ പറഞ്ഞില്ല റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് മോയ്സ്ചറൈസർ. ആ സിറമിൻ്റെ തന്നെ, ആ ടോണറിൻ്റെ തന്നെ വേറൊരു മോയ്സ്ചറൈസറാണ്. ഞാൻ ഇതിപ്പോൾ തീർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് റീപർച്ചേസ് ചെയ്തില്ല. എനിക്ക് അത്ര ഇതിൻ്റെ അത്ര എനിക്ക് ഇതത്ര നല്ലതായിട്ട് തോന്നില്ല. ഇതെനിക്ക് അടിപൊളിയാണ്. ഇത് ഇത് ഓയിലി സ്കിൻകാർക്ക് അടിപൊളി പ്രൊഡക്റ്റാണ്. അടിപൊളി പറഞ്ഞാൽ അടിപൊളി പ്രൊഡക്റ്റാണ്. ജെൽ മോയ്സ്ചറൈസറാണ്. ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അബ്സോർബ് ആവുന്നുണ്ട്. ഫേസിന് സ്റ്റിക്കിനെസ് ഒന്നും തരുന്നില്ല, ഓയിലി ആക്കുന്നില്ല. നല്ലൊരു പ്രൊഡക്റ്റാണ്. അതും അഫോർഡബിൾ റേഞ്ചിൽ ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ് ഇത്. എനിക്ക് നല്ല രീതിയിൽ ഇത് വർക്കായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടിപൊളി പറയുന്നത്. ഇത് 100 ml ഞാൻ 100 ഗ്രാമിന് 100 ml ഇത് ഞാനൊരു 200 സംതിങ് എന്താണ് ഞാൻ ഈ മോയ്സ്ചറൈസറിന് കൊടുത്തത്. ഇത് 15 ഗ്രാമിന് 400 സംതിങ് എന്തോ ഈ മോയ്സ്ചറൈസർ ഉണ്ട്. പക്ഷെ ആ ഒരു റേഞ്ചിന് ഇതെനിക്ക് അത്ര വലിയ പോരാ. വാങ്ങിച്ചു അതുകൊണ്ട് ഇതൊന്ന് കംപ്ലീറ്റ് ആക്കി, അത്ര തന്നെ. ഇതെനിക്ക് അത്ര വർക്കായില്ല. ഈ ഒരു മോയ്സ്ചറൈസർ അടിപൊളി മോയ്സ്ചറൈസറാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ഒന്ന് യൂസ് ചെയ്യുന്നുള്ളത്, ഇതും ഒന്ന് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബോക്സ് ഓപ്പൺ ആക്കി കാണിക്കാം. ബോക്സിനുള്ളിൽ വെച്ചതാണ് ഈ ഒരു മോയ്സ്ചറൈസർ. ഇതിനൊരു 4-5 ദിവസമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്രയാണ്. പക്ഷെ എനിക്ക് ഇതും ജെൽ മോയ്സ്ചറൈസറാണ്. പക്ഷേ ഇത് കുറച്ച് എനിക്ക് ഹെവി പോലെ തോന്നിയിട്ടുണ്ട്. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ ഇത് കുറച്ചൊരു ഫേസിനൊരു ഹെവി പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാത്ത ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. ആൻഡ് ഇത് കൂടാതെ ഞാൻ ഇതിനു മുമ്പ് ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോയ്സ്ചറൈസർ ന്യൂട്രിഡേമിൻ്റെ ഒരു മോയ്സ്ചറൈസറായിരുന്നു. കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരു 1000 ml എന്തോ 1000 റുപ്പീസാണ് അങ്ങനെ എന്തോ ആ മോയ്സ്ചറൈസർ ഉണ്ട്. ഒരു 3-4 ഇയർ മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ മോയ്സ്ചറൈസറിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് മോയ്സ്ചറൈസർ, ഞാൻ ഈ ന്യൂട്രിഡേം, പിന്നെ ഡെർമാക്കോൻ്റെ, പിന്നെ ഏതപ്പാ ഈ പ്ലമ്മിൻ്റെ, പിന്നെ അങ്ങനെ കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 6-7 മോയ്സ്ചറൈസർ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഞാൻ മൊത്തത്തിൽ എല്ലാത്തിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം മോയ്സ്ചറൈസേഴ്സിൻ്റെ. ഇപ്പം ഞാൻ കറൻ്റ് യൂസ് ചെയ്യുന്ന ഇതും ഈ ഒരു മോയ്സ്ചറൈസറുമാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ഇതും തീരാനായിട്ടുണ്ട്. ഒന്ന് പർച്ചേസ് ചെയ്യണം. നല്ലൊരു മോയ്സ്ചറൈസറാണ്. അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ്. അതും ഓയിലി സ്കിൻകാർക്കും നോർമൽ സ്കിൻകാർക്കും ഇത് ഉപയോഗിക്കാം. ഫേസിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതല്ല ഉണ്ട്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി സൺസ്ക്രീനേക്കാളും മുമ്പ് ഞാനൊരു അണ്ടർ ഐ ക്രീം ഉപയോഗിക്കുന്നുണ്ട്. അതൊന്ന് പറയാം. ഞാൻ ഉപയോഗിക്കുന്ന ഒരു അണ്ടർ ഐ ക്രീമാണ്. ഇത് കുറച്ചൊരു 1 month ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അണ്ടർ ഐ ക്രീമാണ്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു അണ്ടർ ഐ ക്രീം പോമോഗ്രാനറ്റ് റെറ്റിനോൾ പ്ലസ് കഫൈൻ ഐ ക്രീം. ആൻഡ് ഇതൊരു 1 month ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. റിസൾട്ടൊന്നും എനിക്ക് അത്ര അറിഞ്ഞിട്ടില്ല. ഇതിന് മുമ്പ് ഞാൻ പ്ലമ്മിൻ്റെ ഒരു അണ്ടർ ഐ ക്രീം യൂസ് ആക്കിയായിരുന്നു. ഒരു 400 സംതിങ് ആണ് റേഞ്ച്. പക്ഷേ അതിൽ എനിക്ക് ഒന്നും റിസൾട്ട് കിട്ടിയിട്ടില്ല. അണ്ടർ ഐ ക്രീമിന് വലിയ മാറ്റമൊന്നും, ആ ക്രീം ഉപയോഗിച്ചിട്ട് എനിക്ക് അണ്ടർ ഐസിന് വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പാക്കേജ് നല്ലൊരു അടിപൊളി പാക്കേജാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ്. ഇതാണ് പാക്കേജ്. നല്ല പാക്കേജാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്ലൈ ചെയ്യാനെല്ലാം നല്ല എളുപ്പമാണ്. ഇതൊന്ന് ജസ്റ്റ് പ്രസ്സാക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ഞാൻ പ്ലമ്മിൻ്റെതിന് ഒരു വൈറ്റമിൻ സി അണ്ടർ ഐ ക്രീമായിരുന്നു. അതിന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഡയറക്റ്റ് ഡ്രോപ്പ് ആക്കിയിട്ട് ഇങ്ങനെ കണ്ണിൽ തേച്ച് കൊടുക്കുന്നതായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. നല്ലൊരു അണ്ടർ ഐ ക്രീം പാക്കേജെല്ലാം നല്ലുണ്ട്. പക്ഷേ ഇതിനൊക്കെ അത്ര റിസൾട്ട് കിട്ടില്ല. റിസൾട്ട് ഞാൻ ഒരു 1 month യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഒരു ഷോർട്സ് ചെയ്യാം. സൺസ്ക്രീന് പറയാം. ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ഡോക്ടർ ഷെറ്റ്സിൻ്റെ സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി സൺസ്ക്രീന് ഉപയോഗിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. ഇപ്പം ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. ബിക്കോസ് ഞങ്ങൾക്ക് സൺസ്ക്രീൻ ഇടുമ്പോൾ ഫേസ് ഭയങ്കര ഡാർക്കാണ്. സോ അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഇപ്പം അങ്ങനെ ഉപയോഗിക്കില്ല. ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആക്കില്ലായിരുന്നു. ഒന്ന് പകുതി ആയിട്ടായിട്ട് പിന്നെ ഞാൻ ഇതെൻ്റെ ഹസ്ബൻഡിന് കൊടുത്തു. പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല സൺസ്ക്രീൻ. ഇതിന് മുമ്പ് ഞാൻ ലോട്ടസിൻ്റെ സൺസ്ക്രീൻ വാങ്ങിച്ചായിരുന്നു. വേറെ അതും പൈസ വേസ്റ്റായി, അത്രയേ ഉള്ളൂ. അതിന് മുമ്പ് ഞാൻ ലാഷ് ഷീൽഡ് അങ്ങനെ എന്തോ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചായിരുന്നു. അത് നല്ല ഫേസിന് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ആ സൺസ്ക്രീന്. പക്ഷേ അത് എന്താ പറഞ്ഞെങ്കിൽ നമ്മളെ വൈറ്റ് കാസ്റ്റ് തരുന്നു, നമ്മുടെ ഫേസിനൊന്ന് വൈറ്റ് കാസ്റ്റ് തരുന്നു, പിന്നെ ഫേസിനൊന്ന് ഓയിലി ആക്കുന്നുണ്ട്. അതൊരു കുഴപ്പം മാത്രമേ ഉള്ളായിരുന്നു ആ ഒരു സൺസ്ക്രീനിന്. പക്ഷേ പ്രൊട്ടക്ഷൻ തരുന്ന ആ സൺസ്ക്രീൻ. പിന്നെ ഇതും ഞാനൊന്ന് യൂട്യൂബിൽ ഭയങ്കര ഹൈപ്പ്
ആയിട്ട് കണ്ടതുകൊണ്ട് കുറേ ആൾ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇത് പറഞ്ഞിട്ട് കേട്ടതുകൊണ്ട് വാങ്ങിച്ചൊരു സൺസ്ക്രീനാണ് ഇത്. ആൻഡ് ഇത് എന്ന് പറഞ്ഞെങ്കിൽ നല്ല സൺസ്ക്രീനാണ്, ഓൾ സ്കിൻ ടൈപ്പിന് സൂട്ടബിൾ ആണ്. അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നും തരുന്നില്ല, ഫേസിന് ഓയിലിയും ആക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് സൺസ്ക്രീൻ ഇടുമ്പോൾ, ഏതൊരു സൺസ്ക്രീൻ ഇടുമ്പോൾ എൻ്റെ ഫേസ് ഒന്ന് ഡാർക്ക് ആക്കുന്നത്, എല്ലാവർക്കും ഉണ്ടതായിരിക്കും ആ പ്രശ്നം. സൺസ്ക്രീൻ ഇടുമ്പോൾ നമ്മുടെ ഫേസ് ഡാർക്ക് ആകുന്നത്. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ അങ്ങനെ ഉപയോഗിക്കില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ പുറത്തെല്ലാം പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉപയോഗിക്കാറുണ്ട്, അല്ലാതെ ഞാൻ സൺസ്ക്രീൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇത് ഉപയോഗിച്ചിരുന്നു, പകുതി ഉപയോഗിച്ചു, പിന്നെ ഞാൻ അത് എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തു. അങ്ങനെയാണ് സൺസ്ക്രീനിൻ്റെ കാര്യം. ഞാൻ ഉപയോഗിക്കുന്ന ലിപ് ബാം കാണിച്ചു തരാം. ഞാൻ അന്നൊരു വീഡിയോയിൽ കാണിച്ചിരുന്നത് ഈ സ്വിസ് ബ്യൂട്ടീൻ്റെ ഈ ഒരു ലിപ് ബാം. നല്ല അടിപൊളി ലിപ് ബാമാണ്, ലിപ്പിന് നല്ല മോയ്സ്ചറൈസർ ആക്കുന്നുണ്ട്. ആൻഡ് ഇത് ഒലീവ് ഓയിലും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഷെയ്ഡ് പോമോഗ്രാനറ്റ് ആണ്. 100 റുപ്പീസ് എന്താണ് ഇതിന് റേഞ്ച്. ആൻഡ് നല്ലൊരു ലിപ് ബാമാണ്. ഇപ്പോൾ ഇത് തീർന്നിട്ടുണ്ട്. ഞാൻ അത് നെക്സ്റ്റ് ഇപ്പോൾ വേറൊരു ലിപ് ബാം ഞാൻ പർച്ചേസ് ചെയ്തത് ഡോട്ട് ആൻഡ് കീയുടെ ഗ്ലോസ് ബോസ് ലിപ് ബാമാണ്. SPF 15 ഇത് ഉണ്ട്. ആൻഡ് ഇതെന്ന് പറഞ്ഞെങ്കിൽ ഇത് ലിപ് ബാമിന് പകരം നല്ലൊരു ലിപ് ടിൻ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ലിപ്പിന് നല്ല ടിൻ്റ് ഇട്ട പോലെ ഉണ്ട്. നല്ല റെഡോ പിങ്കോ ആ ഒരു ഷെയ്ഡിൽ നല്ലൊരു ടിൻ്റ് ഇട്ട പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലിപ് ടിൻ്റ് പോലെയാണ് എനിക്ക് നല്ല ഗ്ലോസും ഉണ്ട്, ലിപ്പിന് നല്ല ഗ്ലോസ് ഫിനിഷ് തരുന്നുണ്ട്. നല്ലൊരു സ്വീറ്റും ആ ലിപ്പിന് തേച്ചപ്പോൾ ഒരു സ്വീറ്റ്നെസ് ഉണ്ട് ലിപ്പിന്. ഇതും എനിക്ക് നല്ലൊരു ലിപ് ബാമായിട്ട് തോന്നിയിട്ടുണ്ട്. SPF 15 ഇത് അടങ്ങിയിട്ടുണ്ട്. ഇതും സ്ട്രോബെറിയാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇത് ഞാൻ 200 സംതിങ് ആണ് ഇതിന് റേഞ്ച്. നല്ലൊരു ലിപ് ബാമാണ്. പക്ഷേ എനിക്ക് ഇതിനേക്കാളും ഇതാണ് നല്ല തോന്നിയത്. അങ്ങനെ ലിപ്പിന് സ്റ്റിക്കി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നല്ലൊരു ലിപ് ബാമാണ്. ഇതിനേക്കാളും എനിക്ക് ഇതാണ് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് ഇതൊന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഉപയോഗിക്കണം, അത്രയേ ഉള്ളൂ. പർച്ചേസ് ചെയ്യുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ചെയ്യുന്നില്ല, റെക്കമെൻഡ് ആക്കുന്നില്ല. പക്ഷെ ഒരു ലിപ് ബാം ഓക്കെയാണ്. പക്ഷേ ഇതെനിക്ക് അടിപൊളിയാണ്. എൻ്റെ സ്കിൻ കെയർ ഞാൻ ഈ ഒരു ഫേസ് മാസ്ക് ഒന്ന് ഉൾപ്പെടുത്താൻ വിചാരിച്ചു. ഇത് ഫോക്സ് ടെയിലിൻ്റെ ഒരു പർപ്പിൾ ഫേസ് മാസ്കാണ്. ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഫേസ് മാസ്കാണ് ഇത്. ആ വൈറലായതുകൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ ഒരു സംഭവം. ഇത് ബൈ 1 get 1 ഞാൻ 2 ഫേസ് മാസ്ക് വാങ്ങിച്ചിരുന്നു. ഇതിപ്പോൾ ഒരു ബോക്സേ എനിക്കിപ്പോൾ ഇത് തീർന്നിട്ടില്ല. ആഴ്ചയിൽ വീക്ക്ലി 2 times ആണ് ഇത് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിന് ഞാൻ ഒരു ഗുണം പറഞ്ഞു തരാം. ഇതിൻ്റെ എനിക്ക് പോസിറ്റീവ് റിസൾട്ട് പറയാം. സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആക്കുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്തപ്പോൾ പെട്ടെന്ന് ഒരു സഡൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫേസ് കഴുകുമ്പോൾ സഡൻ നല്ല ഫേസിനെ ബ്രൈറ്റ് ആക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഇത് പോർസ് മിനിമൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് പറയുന്നുള്ളത്. പിന്നെ നമുക്കിത് നമ്മളെ തന്നെ ഒന്ന് പാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്യാം, അങ്ങനെ പറയാം. ഫേസ് ഇത് ബ്രൈറ്റ് ആക്കുന്നുണ്ട്, ടാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻ കാര്യം. നമ്മളെ ഫേസിലത്തെ ടാൻ ഇത് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇത് വീക്ക്ലി 2 times ആയിട്ട് ഉപയോഗിക്കാം. പ്രോഡക്റ്റ് നല്ലതാണ്. ടാൻ എല്ലാം റിമൂവ് ചെയ്യും. പിന്നെ ഫേസ് നമുക്ക് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ്ങും ഇത് തരുന്നുണ്ട്. അടിപൊളിയാണ് ഈ പ്രൊഡക്റ്റ്. സ്കിൻ കെയറിൽ ഇത് കൂട്ടാന്നറിയില്ല, എന്നാലും ഞാൻ ഇത് പറയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബോഡി ലോഷനാണ്. ഇപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ബോഡിയിലതും സ്കിന്നാണല്ലോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഞാൻ പറയാം. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ബോഡി ലോഷനാണ്. ഒരു അടിപൊളി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ അടിപൊളി പ്രൊഡക്റ്റാണ്. വാസ്ലിൻ്റെ കോക്കോ ഗ്ലോ ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചറൈസർ. ഇതിൻ്റെ സ്മെല്ലാണ് ഹൈലൈറ്റ്. ഒരു ഒന്നൊന്നര സ്മെല്ലാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലിംഗ് ആണ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഒരു 3 hour ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. ലാസ്റ്റിംഗ് ഒന്നുമില്ല. 42 hours മോയ്സ്ചറാക്കി വെക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. സ്കിന്നിന് നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്കിതിൻ്റെ സ്മെല്ലാണ് ഇഷ്ടം. നല്ല സ്മെല്ലാണ്. ഈ ഒരു ബോഡി ലോഷനും ഏതെങ്കിലും ഒരു ബോഡി മിസ്റ്റും നല്ല ഒന്ന് അപ്ലൈ ചെയ്തെങ്കിൽ ഒന്ന് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇതൊരു 3 hour ലാസ്റ്റിംഗ് ഉള്ളൂ. ലാസ്റ്റിംഗ് ഉണ്ടെന്ന് ഞാൻ ഇതിന് പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയാണ്. ഒരു ബോഡി മിസ്റ്റിൻ്റെ കൂടെ അപ്ലൈ ചെയ്തെങ്കിൽ കുറച്ചും കൂടി ഇത് ലാസ്റ്റ് ചെയ്യും. നല്ലൊരു മോയ്സ്ചറൈസറാണിത്. മോയ്സ്ചറൈസറല്ല, ബോഡി ലോഷനാണ്. നല്ല പ്രൊഡക്റ്റാണ്. അപ്പം ഒന്നും കൂടി ഒരു കാര്യം പറയാം. അപ്പം എന്തെന്ന് വെച്ചെങ്കിൽ എനിക്ക് ഈ ചില പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് വർക്കായിട്ടുണ്ട്, ചിലത് വർക്കായിട്ടില്ല. അപ്പോൾ പറയാനുണ്ടതെന്ന് വെച്ചെങ്കിൽ എനിക്ക് വർക്കായ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് വർക്കാവണമെന്നില്ല, നിങ്ങൾക്ക് വർക്കായ പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് വർക്കാവണമെന്നില്ല. എൻ്റെ സ്കിന്ന് വേറാണ്, നിങ്ങളെ സ്കിന്ന് വേറാണ്. എല്ലാവരുടെ സ്കിന്നും ഒരേപോലെയല്ല. അപ്പം ഞാൻ ഇത് കുറച്ചു റെക്കമെൻഡേഷനിലൊക്കെ വാങ്ങിച്ച പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ചിലതൊക്കെ എനിക്ക് വർക്കായിട്ടുണ്ട്, ചിലതൊക്കെ വർക്കായിട്ടുണ്ട്, ചിലതൊക്കെ എൻ്റെ പൈസ പോയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ്. ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്കായ പ്രൊഡക്ട്സിൻ്റെ വർക്കാവാത്ത പ്രൊഡക്ട്സിൻ്റെ ഒക്കെ എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ് സ്കിൻ കെയറിൻ്റെ. അപ്പോൾ ഇത് സ്പോൺസർ വീഡിയോ ഒന്നുമല്ല, എൻ്റെ പൈസ കൊണ്ട് വാങ്ങിച്ച പ്രോഡക്ട്സ് ആണ്. അപ്പോൾ എന്നൊരു കാര്യം കൂടി പറയാമെന്ന് വെച്ചെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ മറക്കല്ല. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.